ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇത് നോക്കിയാൽ ഒരു സ്പെഷ്യൽ ബാക്ക്ഗ്രൗണ്ട് അല്ലേ ഇന്നുള്ളത് അല്ലേ? നമ്മൾ ഇന്നൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പ്ലേസിലാണ് കേട്ടോ. ഈ പ്ലേസിൻ്റെ പേരാണ് ലാസ്റ്റ് എക്സിറ്റ്. ഇതെന്താ പറയുക, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, നമുക്ക് ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്പോട്ടാണ് കേട്ടോ. ഒരുപാട് നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ ഉണ്ട് ഇവിടെ. ഒരുപാട് സ്പോർട്സ് കാർസും സ്പോർട്സ് ബൈക്സും അങ്ങനെ പലതും ഇവിടെ വരുന്നുണ്ട്. പിന്നെ കുറേ ട്രക്സ് അവർ മോഡിഫൈ ചെയ്ത് ചെറിയ ചെറിയ കഫറ്റീരിയ പോലെയൊക്കെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് കാണാം. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരെയും ഞാൻ എൻ്റെ ഈ മനോഹരമായ വീഡിയോയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. അപ്പോൾ വെൽക്കം ടു മൈ ചാനൽ. നമുക്ക് ഇവിടുത്തെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകൾ കാണാം. ഓക്കെ, അങ്ങനെ നമ്മൾ ലാസ്റ്റ് എക്സിറ്റിൽ എത്തിക്കഴിഞ്ഞു കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ കയറി വരുമ്പോൾ തന്നെ ഇവിടെ രണ്ട് വലിയ ബർഗറും ഐസ്ക്രീമും ഒക്കെ ഇങ്ങനെ എന്താ പറയുക ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ബർഗർ ഐസ്ക്രീം ഒക്കെ ഉണ്ട്. നല്ല ഭംഗിയുണ്ട് അത് കാണാൻ. അങ്ങനെ നമ്മളെത്തി. ഫുൾ ലൈറ്റ്സാണ് കേട്ടോ. ആ ഏരിയ ഫുൾ നല്ല ഭംഗിയാണ് കാണാൻ. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് ആ ട്രക്ക്. അതിങ്ങനെ കഫറ്റീരിയ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ട്രക്കാണ്. പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേ ഏരിയാസൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ പാർക്കിൽ കാണുന്ന ഒരു പ്ലാന്റ് ഇല്ലേ, ആ പ്ലാന്റ് ഇങ്ങനെ അവിടെ ഫുള്ളിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ. എന്നൊക്കെ ഇവിടെ കുറേ സ്റ്റോൺസും പലകയൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുള്ളത് ഉണ്ടോ, പഴയ വീൽസ്. പിന്നെ ആ നിലത്തിങ്ങനെ ഡ്രോയിങ് ഉണ്ട് പിള്ളേർക്ക്. ഇത് കണ്ടോ, കളിക്കാൻ വേണ്ടിയിട്ട് നമ്പറൊക്കെ കളിക്കാനുള്ള ഇത്. കുറേ ഷീപ്പ്, അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നമ്മളെവിടെ അധികം അങ്ങനെ കാണാത്ത ടൈപ്പ് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാഴ്ചകളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പം നമുക്ക് പതുക്കെ ഇവിടുത്തെ കാഴ്ചകളിലേക്കൊക്കെ കിടക്കാം. ഓക്കെ, ഇതാണ് കേട്ടോ വിഷിംഗ് വെല്ലെന്ന് പറഞ്ഞത്. ഇതിലേക്ക് ഒരു 1 ദിർഹം കോയിൻ ഇട്ടിട്ട് എന്തെങ്കിലും വിഷ് പറഞ്ഞാൽ നടക്കും എന്നാണ് പറയുന്നത്. വെറുതെ തമാശയ്ക്ക് ഉണ്ടാക്കിയായിരിക്കും, എന്നാലും നമുക്കൊരു തമാശയ്ക്ക് അതങ്ങ് വിശ്വസിക്കാം അല്ലേ. എല്ലാവർക്കും അതൊരു ഭയങ്കര ഇഷ്ടം. എല്ലാവരും അവിടെ പോയിട്ട് കുറേ കോയിനൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് നോക്കിയൊരു പഴയൊരു ബോട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. നോക്കിയ വിൻമില്ല് ഒക്കെ ഫുൾ അവിടെ ഒരു ഏരിയയിൽ ഫുൾ ഇങ്ങനെ വാട്ടർ പോലെ, ഒരു ലേക്ക് പോലെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. ആ ലേക്കിൻ്റെ അപ്പുറത്ത് വേറെ സർപ്രൈസ് ഉണ്ട്. അത് നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ട് പോയി കാണാം കേട്ടോ. ഇപ്പോൾ ഇവിടെയുള്ള കാഴ്ചകളൊക്കെ കാണാമേ. ഇവിടെ കുറേ സ്പോർട്സ് ബൈക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്. ബൈക്കും പിന്നെ കാറുകളും ഒക്കെ നമുക്ക് കാണാം. കുട്ടിയൊക്കെയുള്ള ട്രെയിൻ കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ. ബൈക്കുകളുടെ ഒറിജിനൽ സൗണ്ട് ആട്ടോ കേൾപ്പിച്ചത്. അതുപോലെ തന്നെ ഇത് കണ്ടില്ലേ, സ്പോർട്സ് കാറുകളും ഒക്കെ ഉണ്ട്. നല്ല ബ്യൂട്ടിഫുള്ളാണ് ഇത് കാണാൻ. ഇത് കണ്ടില്ലേ, ഈ ട്രീയിലുള്ള ബേർഡ്സ്, അത് കണ്ടാൽ ശരിക്കും റിയൽ ബേർഡ്സിനെ പോലെ അവരുണ്ടാക്കി വെച്ചിരിക്കുന്നത്. നല്ല ഭംഗിയാണ്. ഇത് കുറേ ക്ലാസിക് കാഴ്സുകളും ഒക്കെ അങ്ങനെ എന്താ പറയുക, നല്ല ഭംഗിയുള്ള കാഴ്ചകൾ, നല്ല രസമുണ്ട്. എന്നാൽ ഒരാളിരുന്ന് മെനു കാർഡ് വായിക്കുന്ന ആരാന്ന് നോക്കിയേ, നല്ല ഭംഗിയില്ലേ. പിന്നെ ഇത് സീറ്റ്സാണ് കേട്ടോ. എല്ലാവർക്കും ഇരുന്ന് ഫുഡ് കഴിക്കാനുള്ള സീറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇതൊരു ട്രക്കാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. റെസ്റ്റോറൻറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ കഫറ്റീരിയ പോലെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ട്രക്കാണിത്. അതിൻ്റെ മുൻവശമൊക്കെ നമുക്ക് കാണാം.
ഇതിനൊക്കെ ചെടിച്ചട്ടികളാണ് കേട്ടോ ഇരിക്കുന്നത്. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ സർപ്രൈസ്. ഇതൊരു സ്പെഷ്യൽ ബ്രിഡ്ജാണ്. ഈ ബ്രിഡ്ജിൻ്റെ പേര് പ്രോമിസ് ബ്രിഡ്ജ് എന്നാണ് കേട്ടോ. ഇത് നോക്കിയാൽ കുറേ പൂട്ടുകൾ നോക്കിയേ, അതായത് ലവേഴ്സ് ആയിട്ടുള്ളവർ അല്ലെങ്കിൽ ഇഷ്ടമുള്ളവർ അവരുടെ പേരുകളൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ പൂട്ടുകൾ നിറച്ചങ്ങനെയാണ്. ഓരോരുത്തരും മിക്കവാറും കപ്പിൾസൊക്കെ ആയിരിക്കും 2 പേരൊക്കെ ഇങ്ങനെ എഴുതി വെച്ച് ആ ബ്രിഡ്ജ് ഫുൾ ഇങ്ങനെ പൂട്ടി വെച്ചിരിക്കുക. ഇങ്ങനത്തെ 2 ബ്രിഡ്ജുണ്ട് കേട്ടോ. ഇത് മാത്രമല്ല ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വേറൊരു ബ്രിഡ്ജും കൂടെ ഉണ്ട്. നോക്കി എന്ത് ബ്യൂട്ടിഫുള്ളാന്ന് നോക്കിയാൽ ഈ അറ്റം മുതൽ ആ അറ്റം വരെ ബ്രിഡ്ജിൽ ഫുള്ളിങ്ങനെ പൂട്ട് വെച്ചിട്ട് എല്ലാവരും പേരൊക്കെ ഇങ്ങനെ എഴുതി ലോക്ക് ചെയ്തിരിക്കുകയാണത്. ആ പൂട്ട് അവിടെ ഇങ്ങനെ പൂട്ടി വെച്ചിരിക്കുകയാണ് അവിടെ. ബ്രിഡ്ജ് ഫുൾ നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആണ് കേട്ടോ അത്. ഇതാണ് ഞാൻ പറഞ്ഞ സെക്കൻഡ് ബ്രിഡ്ജ്. ഇവിടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ലൈറ്റും കൂടെ ഉണ്ട് ഈ ബ്രിഡ്ജിൽ. മറ്റേ ബ്രിഡ്ജിൽ ലൈറ്റ് ഉണ്ടായിരുന്നില്ല, വെറും കീ മാത്രം. ഇതിൻ്റെ കൂടെ ലൈറ്റ്സും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതും നല്ലൊരു പ്രത്യേക ഭംഗിയുള്ളൊരു കാഴ്ചയാണ്. ദൂരെ നിന്ന് കാണാൻ നല്ല സൂപ്പർ. ഇതെന്താ സംഭവം നമുക്ക് മനസ്സിലാവില്ല. അതിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴാണ് ഈ പൂട്ടാണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു വ്യൂ ആണേ. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ വീഡിയോ? ഇഷ്ടമായോ? എന്തായാലും വൈൻഡപ്പ് ഈ പ്രാവശ്യം നമ്മൾ ഈ എന്താ പറയുക ഈ ലവ് ബ്രിഡ്ജ്, ഈ പ്രോമിസ് ബ്രിഡ്ജിൻ്റെ മുന്നിൽ വെച്ച് തന്നെ വൈൻഡപ്പ് ആക്കാമെന്ന് വിചാരിച്ചു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒരുപാട് പുതിയ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. ഓക്കെ, ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് താങ്ക് യു. അപ്പോൾ നമുക്ക് മറ്റൊരു ബ്യൂട്ടിഫുൾ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.